ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനെൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാനേകനായി തീർന്നുവെന്നോ മാനസത്തിലാകി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. ഇപ്പോൾ അവർ ദൈവമുൻപിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെയോർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. നാളയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ദൈവമായ കർത്താവെ, പ്രിയപിതാവിനെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ തനിക്ക് ഒരു ജന്മവും ജീവിതവും കുടുംബജീവിതവും കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെല്ലാം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഉപരിയായി കർത്താവിനെ അറിയുവാൻ, കർത്താവിന്റെ രക്ഷകനും ദൈവമായി സ്വീകരിപ്പാൻ ഭാഗ്യം കൊടുത്തതിനായി ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് ദൈവത്തിന്റെ സമയത്ത് ദൈവം വിളിച്ചു വേർതിരിച്ചതിനാൽ സ്തോത്രം. ഇന്ന് നടക്കാനാതിനുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം. നാം ഈ ബോഡി സംസ്കരിപ്പാനായി
ഭവനത്തിലേക്കും തുടർന്ന് ഫെയ്ത്തോമിലേക്കും പോകുന്നു. അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ യാത്രയിലും ദൈവ സാന്നിധ്യം ഇരിക്കട്ടെ. അതിനായി തന്റെ പിതാവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നുവല്ലോ. ആകയാൽ കർത്താവിന്റെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ ഈ ബോഡിയുമായി കർത്താവെ ഭവനത്തിലേക്കും തുടർന്ന് കർത്താവെ ശുശ്രൂഷയ്ക്കായി ഫെയ്ത്തോമിലേക്കും സെമിത്തേരിയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാം കർത്താവ് അധികമായി ആശ്വസിപ്പിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവമേ, പ്രിയ മാതാവിനെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടക്ക ശുശ്രൂഷ മനോഹരമായി നടത്തി ദൈവത്തിന്റെ നാമത്തിന് മഹത്വമായി കർത്താവെ കൂടപ്പെടുന്നവർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ തന്നെ യേശുവിൻ നാമത്തിൽ.
ഈ ശരീരം പ്രാർത്ഥിച്ച് ഫെയ്ത്തോമിലേക്ക് കൊണ്ടുപോവുകയാണ്. സർവശക്തനായിരിക്കുന്ന ദൈവം തനിക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം നൽകി, ജീവിതം നൽകി, കുടുംബജീവിതം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, കൊച്ചുമക്കളെ നൽകി, എല്ലാത്തിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യും. എല്ലാവരുപരി കർത്താവായ യേശുവിനെ രക്ഷകനും ദൈവമായി സ്വീകരിപ്പാനും കർത്താവിന്റെ വചനത്തിൽ നിലനിൽപ്പാനും വിശുദ്ധന്മാരെ സ്നേഹിച്ച് അന്ത്യം വരെ ജീവിപ്പാനും ദൈവം തനിക്ക് ഭാഗ്യം നൽകി. ഏറിയ പ്രത്യാശയോടുകൂടെ ഇമ്പങ്ങളുടെ പർദീസിലേക്ക് കർത്താവ് പ്രവേശിപ്പിച്ച ദയക്കായി സ്തോത്രം ചെയ്യും. അപ്പന്റെ വേർപാടിൽ ദുഃഖത്തോടും വേദനയോടും കൂടെ ഇരിക്കുന്ന പ്രിയമാതാവിനെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യും. നാം പ്രത്യാശയുടെ തുറമുഖത്ത് ഒരു ദിവസം ഈ പ്രിയപ്പെട്ടവനെ ചെന്ന് കാണും എന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് ഏവർക്കും ദൈവം നൽകിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. യഹോവയായ ദൈവം തന്നു, യഹോവയായ ദൈവം എടുത്തു, യഹോവയായ ദൈവത്തിന്റെ നാമം ഇനി മഹത്വപ്പെടുമാറാകട്ടെ. അതിനായി സ്തോത്രം ചെയ്യും. ഞാനോ എല്ലാ നാളും ലോകാവസാനത്തോടുകൂടെ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ കർത്താവ് മാത്രം. നമ്മുടെ പിതാവ് ഇവിടെ നിന്ന് യാത്ര അവസാനിച്ച് തിരുസന്നിധിയിലേക്ക് പ്രവേശിച്ചെങ്കിലും കർത്താവിന്റെ പിരിയാത്ത സാന്നിധ്യം തന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൊച്ചുമക്കളോടും എല്ലാവരോടും കൂടെ എല്ലാ ശുശ്രൂഷകളും ദൈവം തന്റെ ദാസന്മാരിലൂടെ നടത്തിയെടുക്കേണ്ടതിനായി സ്തോത്രം. നമുക്ക് ഒന്നുകൂടി കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ, ഒരു മരണമുണ്ടെന്ന് മനസ്സിലാക്കി ഒന്നുകൂടി മാനസാന്തരപ്പെട്ട് ജീവിപ്പാൻ ഈ ശുശ്രൂഷ മുഖാന്തരം ഇടയാകട്ടെ. അതിനായി തന്റെ പിതാവെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രിയ പിതാവിന് ദൈവമേ ഭൂമിയിൽ കർത്താവ് ഒരു ജന്മവും ജീവിതവും കർത്താവെ നൽകി, തനിക്കൊരു കുടുംബജീവിതം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, കൊച്ചുമക്കളെ നൽകി. എല്ലാ ദയക്കായും കൃപയ്ക്കായും അങ്ങയെ വാഴ്ത്തുന്നു. അവരൊക്കെയും കർത്താവിന്റെ കൃപയിലും വിശ്വാസത്തിലും വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ഈ പ്രിയപ്പെട്ടവനെ രക്ഷിക്കുകയും ദൈവകൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധന്മാരോട് ചേർന്ന് നിൽപ്പാൻ ഭാഗ്യം നൽകുകയും ചെയ്തതിനാൽ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം കർത്താവിന്റെ സമയമായപ്പോൾ കഷ്ടങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളിയില്ലാത്തതായ ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് തന്നെ വിളിച്ച് വേർതിരിച്ചതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, തുടർന്ന് കർത്താവെ ബോഡിയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ ശവസംസ്കാര ശുശ്രൂഷകളിലും കർത്താവിന്റെ സാന്നിധ്യം ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം ഇരുന്നതിനാൽ അങ്ങയെ വാഴ്ത്തുന്നു. പ്രിയമാതാവിനെ, ദുഃഖത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ. തുടർന്നുള്ള ശുശ്രൂഷകളും ദൈവം നടത്തി അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ദൈവത്തിന് തരുന്നു, യേശുവിൻ നാമത്തിൽ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മളോടെല്ലാവരോടും, വിശേഷ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോടും കൂടി കർത്താവിന്റെ രഹസ്യം ഒരുവരെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോഡി എടുക്കാം. ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതനുണ്ട്, കൂടാരമാകുന്ന ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്ദ്രകന്നു ഞാൻ വാഴുമെന്ന് കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ് ഒട്ടുനാൾ കണ്ണുനീർ പേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ ദിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്,
ശോഭന നാട്ടിൽ പാടും. വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ. നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗദാതരുടെ സ്നേഹദാനത്തിനും വാഴ്ത്തുനാം. വീഴ്ചയെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് ശോഭയേറുമോർ നാടുണ്ടത്. കാണമേ ദൂരെ വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി. നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ തീരത്ത് മൺമയമാം ഈ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മൺമയമാമീ ഉലകിൽ കാൺമതും മായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ധനലാഭം കീർത്തി നഷ്ടമാകും. പ്രത്യാശയേറിടുന്നേ എൻ്റെ പ്രിയനായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ.
ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുവാൻ സമയമായതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇതിൻ്റെ അടക്കാരാധനയോടുള്ള ബന്ധത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരുവാൻ ദൈവം സഹായിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ചോ താൻ അനുഭവിച്ച സ്വർഗീയ സന്തോഷത്തെക്കുറിച്ചോ അറിഞ്ഞവരും ജീവിതത്തിൽ നിന്ന് രുചിച്ചവരുമായ പ്രിയപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ സാക്ഷ്യം പറയേണ്ട സമയം കൂടെ തുടർന്നുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. മനുഷ്യ ജീവിതം 70 ഏറെയായാൽ 80 സംവത്സരം, അതിനുശേഷം കഷ്ടവും പ്രയാസമുള്ളതോ നാം വേഗം തീരുകയും പറന്നുള്ള ജീവിതയാത്രയെ പരിശോധിക്കുവാനും ജീവിതത്തെ ഒരുക്കുവാനും ഈ ആരാധന മുഖാന്തരമാക്കണതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. Loving Lord, we thank you, Lord. Thank you for this beloved Father. Thank you for finishing thy work, for keeping him in the midst of all the struggles of the life of God. Thank you, Lord, for helping him to keep the faith and thou preserved him, O God, these long years. Thank you for the great salvation. Thank you, Lord, for helping him to join with thee in the waters of baptism. Thank you for filling him with the Holy Spirit. Thank you for the holy life. Thank you in the midst of all the trials, in the midst of all the days of affliction that was been with him. Thank you for establishing him, strengthening him, and at thy time thou hast finished thy work in him. Thank you for all the beloved ones who are gathered here. Console them, comfort them, strengthen them. This service also to undertake, anoint thy servants. It will be the comfort and consolation for all of us, O God. Unto thy hand we commit the service. In Jesus' precious name we ask thee, Father. Amen. Amen.
ഞങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധം, ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരു മുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ നമ്മെ വിട്ട് എൻ്റെ അവകാശത്തിൽ ചേർക്കപ്പെട്ട ജോർജാനെ കൊടുത്ത് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജോർജാൻ്റെ ഇളയ പെങ്ങളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇന്നേക്ക് 30 വർഷമായിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ കാണപ്പെടുകയും ആ ദൈവസ്നേഹത്തിൽ അത് സമാധാനത്തോടുള്ള വാക്കുകൾ പറയാനിടയായിക്കൊണ്ടിരുന്നു. പുള്ളി ഒരു സമാധാന പ്രിയനായിരുന്നു. സന്തോഷത്തോടെ സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ഈ നാളുകളൊക്കെയും തന്നെ കാണുവാൻ വരുമ്പോൾ സൗഖ്യമില്ലാതെയായിരുന്നു. എന്നാൽ എന്നോട് പറയും, ഞാൻ പറഞ്ഞു ഇതിന് പ്രതിപതിയൊന്നും വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയും, പ്രാർത്ഥിച്ചാൽ മതി. താൻ പിടിച്ചിരിക്കുന്ന വിശ്വാസം അത്ര വലുതായിരുന്നു. ആർക്കും തന്നെ ആസ്പത്രി കൊണ്ടുപോകാനോ മറ്റൊന്നും സാധിക്കത്തില്ല. താൻ പണ്ടുള്ള വിശുദ്ധന്മാരുടെ അതേ പാതയെ പിൻപറ്റിക്കൊണ്ട് വിശ്വാസം നിലനിൽപ്പാൻ ഈ പ്രിയപ്പെട്ടവനിടയായിത്തീർന്നു. അനേക കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് മുന്നിൽ വിശ്വസ്തനായി നിന്ന് അയ്യോ ഇന്നും തൻ്റെ വിശ്വസ്തന്മാർക്ക് വേണ്ടി നിലകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ നാളിൽ തൻ്റെ കിടക്കയിൽ ഒരു വലിയ വിശുദ്ധീകരണമായിരുന്നു തനിക്കുണ്ടായിക്കൊണ്ടിരുന്നത്. കഷ്ടത കൊണ്ട് ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, സൗഖ്യം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം തന്നെ ആരംഭിച്ച വേല ഞായറാഴ്ച ഒരു 3 മണിയായപ്പോൾ അത് തൻ്റെ പൂർണ്ണതയിലെത്തിപ്പാനിടയായിത്തീർന്നു. തൻ്റെ ജീവിതത്തിൽ കഷ്ടതയാലുള്ള പൂർണ്ണത ദൈവവചനം പഠിക്കുമ്പോൾ പുതിയൊരു ശിലുവിന് സമചതുരമായിരിക്കുന്നതിനാൽ 4 വിധ കഷ്ടത നാം ജയിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിലെ, വിശ്വാസത്തിലെ, വിശുദ്ധിയിലെ, ദൈവഹിതത്തിലൊക്കെയും. ദൈവഹിതം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിതമല്ല, കഷ്ടതയാൽ താൻ പൂർണ്ണത പ്രാപിക്കായിരുന്നു. ഈ നാളുകളിൽ തനിക്ക് നിശ്ചയിക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, പ്രയാസമില്ലാത്ത ആ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ ചെരുവാനിടയായിത്തീർന്നു. അത് ഈ നാളിൽ അനേക വിശുദ്ധമതികളെയും വിശുദ്ധന്മാരെയും ദൈവം തന്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നു. ആ നാടിനായി നമുക്കും ഭയത്തോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ ഒരുങ്ങാം. അതിനായി ദുഃഖത്തിലായിരിക്കുന്നവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചെരുവാക്കിക്കൊള്ളുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ അച്ചാനെ എൻ്റെ ചെറുപ്രായം മുതലേ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം എൻ്റെ അമ്മ വേങ്ങൂർ പാറവിളയിലുമായിട്ടുള്ള ബന്ധത്തിൽ ഈ അച്ചാനെ അപ്പച്ചനെ അവിടെ മിക്ക സമയം അവിടെ കാണുകയും അവരുമായിട്ട് വലിയ സ്നേഹത്തിലും ബന്ധത്തിലും ഇങ്ങനെ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ വളരെ ഒറ്റയ്ക്ക് അധ്വാനിച്ച് താൻ ഈ നിലവാരത്തിൽ എത്തുവാനും അതോടൊപ്പം
തന്നിൽ കൂടി ആരംഭിച്ചതായ ഒരു വിശ്വാസ പ്രമാണം താൻ മുറുകെ കൈക്കൊള്ളുവാനും അതേ അനുകരിച്ച് പോകുവാനും തൻ്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം കൊടുത്തു. തൻ്റെ ഒരു മകളെ, മൂത്ത മകളെ വാപ്പാല സഭയിലായിരുന്നു കെട്ടിച്ചിരിക്കുന്നത്. ആ മരുമകൻ ഞങ്ങളുടെ ഒപ്പം സൺഡേ സ്കൂൾ പ്രവർത്തനത്തിലായിരിക്കുന്നു. ആ വിധത്തിൽ ഞങ്ങൾക്ക് ഈ കുടുംബമായിട്ട് വാപ്പാലയിൽ വരുമ്പോഴും തൻ്റെ ചില ഔദ്യോഗികമായ ചില പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവിടെ മിക്ക സമയങ്ങളിൽ കടന്നു വരുന്ന സംഭവമുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ കാണുവാനും പഴയ സന്തോഷങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുവാനും പലപ്പോഴും ദൈവം സഹായിച്ചിട്ടുണ്ട്. തൻ്റെ ജാവർദുട്ടി ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ എനിക്കും കടന്നു വന്നു. ഈ ദുഃഖ സമയത്ത്